എന്നിട്ട് നന്ദന എവിടെയെന്ന് പറയും, അവള് ചോദിച്ചു. രണ്ടുപേരും രുദ്രന്റെ ക്യാബിനിലായിരുന്നു. അവൻ അവളുടെ കൈകളിൽ കൈകോർത്ത് പിടിച്ചിരുന്നു. അവളെ വിശ്വനാഥൻ അങ്കിൾ വന്നു കൊണ്ടുപോയി. ഇനി ശല്യം ഉണ്ടാകില്ല, കേസാക്കരുതെന്ന് അങ്കിൾ കാല് പിടിക്കുന്ന പോലെ പറഞ്ഞു. പക്ഷേ തെളിവുകളൊന്നും ഞാൻ നശിപ്പിക്കുകയോ കൊടുത്തു വിടുകയോ ചെയ്തില്ല. അത് നമ്മുടെ കയ്യിൽ ഇരുന്നോട്ടെ, ഒരു ബലത്തിന്. ഇനി അവളുടെ ഒരു അടവ് നടക്കരുത്. ഇത്രയൊക്കെ സംഭവിച്ചതിന് ശേഷം അവർ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുമോ? നാണക്കേട് കൊണ്ട്. എടി, നാണമുള്ളവർക്കല്ലേ നാണക്കേടുണ്ടാകൂ. അറിഞ്ഞിടത്തോളം നന്ദനയ്ക്ക് ഇതിൽ യാതൊരു പ്രശ്നമുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. മനീഷല്ല, ഏതവനായാലും അവൾക്ക് ഒരുപോലെയാ. സ്വന്തം കാര്യം എങ്ങനെയും നേടണമെന്നേ ഉള്ളൂ. ഉണ്ടാകും ഇതിനേക്കാൾ അന്തസ്സം. രുദ്രൻ പരിഹസിച്ച്. ആവണി കുറച്ചു നേരം അതേക്കുറിച്ച് ആലോചിച്ചിരുന്നു. എടോ, അതൊക്കെ കളയി, ഇനി പേടിക്കാനൊന്നുമില്ല. ആ ഇരിപ്പ് കണ്ട് രുദ്രൻ അവളുടെ ശിരസിൽ തടവിക്കൊണ്ട് പറഞ്ഞു. വസുമതിയുടെ കാര്യം എന്ത് തീരുമാനിച്ചു? അവരെ ഞാൻ ഇവിടെ നിന്ന് പിരിച്ചുവിട്ടു. രാവിലെ തന്നെ വിളിച്ചു വരുത്തി വിവരം പറഞ്ഞിട്ടുണ്ട്. കൂടെ നിന്ന് ചതിച്ചവരാണ്. 2 പെൺമക്കൾ ഉണ്ടായിട്ടും നിന്നോട് പണത്തിനു വേണ്ടി ക്രൂരത കാണിക്കാൻ മടികാട്ടാത്തവരാണ്. കേസൊന്നും കൊടുക്കുന്നില്ല. നന്ദനയെ വെറുതെ വിട്ട സ്ഥിതിക്ക് വസുമതിക്കെതിരെ എന്തെങ്കിലും ചെയ്യുന്നതിൽ പ്രസക്തിയില്ലല്ലോ. മാത്രമല്ല, അവരെ മാപ്പുസാക്ഷിയാക്കാമെന്ന് വാക്കു പറഞ്ഞതാണ്. പക്ഷേ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അവസാനം കൂടെ നിന്നതിന് ഒരു നല്ല തുക കോമ്പൻസേഷൻ കൊടുത്തിട്ടാണ് വിട്ടത്. ആവണിക്ക് അത് നന്നായി എന്ന് തന്നെ തോന്നി. വസുമതി ഇനി ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഭക്ഷണം ഉണ്ടാക്കാനായി അങ്ങനെ ഒരാൾ വേണ്ട. പിന്നെ ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. എന്താണോ? എനിക്ക് നേരത്തെ ഒരു ആലോചന വന്നു എന്ന് പറഞ്ഞിരുന്നില്ലേ, ഒരു ബാങ്ക് മാനേജറുടെ. അതും കൊണ്ട് ആ നാരായണൻ ബ്രോക്കർ പിന്നെയും വന്നിട്ടുണ്ട്. എന്നിട്ട് രുദ്രന്റെ സ്വരത്തിൽ ഉത്കണ്ഠ കലർന്നു. പ്രശ്നമൊന്നുമില്ല. അമ്മ അയാൾ അപ്പോൾ തന്നെ ആട്ടിവിട്ടു. അയാളാണ് അന്ന് ഞാൻ ആ ആലോചനയ്ക്ക് സമ്മതിച്ചില്ലെന്ന് പറഞ്ഞ് അയൽവക്കത്തെല്ലാം ഓരോന്ന് പാടി നടന്നത്. ഞാൻ അഹങ്കാരിയും തനിഷ്ടക്കാരിയാണത്രേ. അയൽവക്കത്തെ പെണ്ണുങ്ങൾ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിച്ചതിന്റെ പേരില അമ്മ എന്നോട് വഴക്കിട്ടതും പിന്നെ കുറെ നാൾ ഞങ്ങൾ തമ്മിൽ മിണ്ടാതായതും. അതൊന്നും ഓർക്കാൻ വയ്യ. ആവണിയുടെ സ്വരത്തിൽ വിഷാദം കലർന്നു. ഇതെല്ലാം ഞാൻ കാരണമാണ് അല്ലേ ആവണി? ഞാൻ തന്നെ ഒരുപാട് വിഷമിപ്പിച്ചു. രുദ്രൻ അവളുടെ കൈയെടുത്ത് ചുംബിച്ചു. എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. വേദനിപ്പിച്ചതിനും മുറിവേൽപ്പിച്ചതിനും എല്ലാം നമ്മൾ പരസ്പരം ക്ഷമ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ വിവരം മറിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് വന്ന് തന്നെ പെണ്ണ് ചോദിക്കണം അല്ലേ? രുദ്രന്റെ ചോദ്യത്തിൽ ആവണിയുടെ മുഖത്ത് നാണം പരന്നു. അതൊക്കെ സൗകര്യം പോലെ മതി. എന്തായാലും ഇനി ഞാൻ പറയാതെ ഒരു കല്യാണത്തിന് അമ്മ എന്നെ നിർബന്ധിക്കുമെന്ന് തോന്നുന്നില്ല. എന്നാലും അത് നീട്ടിക്കൊണ്ട് പോകണ്ട പെണ്ണേ. ഞാൻ എത്രയും പെട്ടെന്ന് വന്ന് തൻ്റെ അമ്മയോട് ചോദിക്കാം, ഈ സുന്ദരിക്കുട്ടിയെ എനിക്ക് തന്നേക്കാമോ എന്ന്. രുദ്രൻ പെട്ടെന്ന് ആവണിയെ തൻ്റെ മടിയിലേക്ക് എടുത്തു വെച്ചു. എന്തായി കാണിക്കുന്നത്? ആരെങ്കിലും വരും, വിടു ദേവേട്ടാ. ഓ, ഇനി ആര് വരാനാ? എപ്പോഴും നമുക്കിടയിലേക്ക് ഇരച്ചു പൊളിച്ചു വരുന്നവൾ നന്ദനയായിരുന്നു. ഇപ്പോൾ നമ്മൾ ഫ്രീ അല്ലേ മോളെ? നിനക്കും എനിക്കും ഇടയിലേക്ക് ആരും വരില്ല. ആവണിയുടെ നിതംബം വരെ വിടർന്നു കിടക്കുന്ന മുടി രുദ്രനൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് കഴുത്തിൽ അമർത്തി ചുംബിച്ചു. അവളുടെ കാൽപാദങ്ങൾ മുതൽ ശരീരത്തിലേക്ക് ഒരു തരിപ്പരിച്ച് കയറി. ക്യാൻ ഐ കിസ് യു? അവൻ തൻ്റെ മുഖം അവളുടെ ചുണ്ടുകളിലേക്ക് അടുപ്പിക്കവേ ചോദിച്ചു. അവൾ പെട്ടെന്ന് അവനെ തള്ളിമാറ്റി. അയ്യടാ, ഇനിയെല്ലാം കല്യാണം കഴിഞ്ഞിട്ട് മതി. ആവണി ഒരു നിമിഷം കൊണ്ട് രുദ്രന്റെ മടിയിൽ നിന്നും ചാടി ഇറങ്ങി. അപ്പോൾ അന്ന് രാത്രി നീ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞോ? അതൊക്കെ ഒരു മൂടനുസരിച്ചിരിക്കും. അന്ന് ചെയ്യാൻ പറയുമ്പോൾ ചെയ്യണമായിരുന്നു. അന്നൊരു മാതിരി സന്യാസിയുടെ സ്വഭാവം കാണിച്ചിട്ട് ഇപ്പോൾ ഇരുന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല. അമ്പടി നിന്നെ ഞാൻ. രുദ്രൻ കുസൃതിയോടെ അവളെ പിടിക്കാൻ ഒങ്ങിയതും അവൾ ചിരിച്ചുകൊണ്ട് വാതിൽ കടന്ന് പുറത്തേക്ക് ഓടി. അവൾ മുടിയിൽ ചൂടിരുന്ന കുടമുല്ല പൂവുകൾ നിലത്തുതിർന്ന് വീണ് കിടന്നിരുന്നു. അവൻ കൗതുകത്തോടെ അതെടുത്ത് വാസനിച്ചു. അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു നിന്നു. വിവേകും ശ്രീജിത്തും ആകെ അസ്വസ്ഥരായിരുന്നു. സുഭദ്ര അവരുടെ മുഖത്ത് വീഴുന്ന ഭാവങ്ങൾ സാബുദം വീക്ഷിച്ചു. അമ്മ ഈ പറയുന്നതൊക്കെ സത്യമാണോ? രുദ്രൻ വിവാഹം കഴിക്കാൻ പോകുന്നെന്നോ? അപ്പോൾ നമ്മൾ ഇത്രയും കാലം കണ്ട സ്വപ്നങ്ങളോ? ഇത് നടന്നാലുള്ള നമ്മുടെ അവസ്ഥ അമ്മ ആലോചിച്ച് നോക്ക്. മദ്യവും മദിരാശിയുമായി അവന്റെ ജീവിതം നശിച്ചു പോകുമെന്നല്ലേ അമ്മ പറയുന്നത്? പിന്നെ ഈ സ്വത്തിന് അവകാശം പറയാൻ അവൻ അനന്തരാവകാശികൾ ഉണ്ടാകില്ലെന്നും അമ്മ ഞങ്ങളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. ശ്രീജിത്ത് കുറ്റപ്പെടുത്തുന്നത് പോലെ സുഭദ്രയോട് പറഞ്ഞു. അവർ മകനെ ഒന്ന് ഇരുത്തി നോക്കി. അതെന്താ ശ്രീജിത്ത് നീ അങ്ങനെ പറയുന്നത്? രുദ്രനെ നശിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ലെന്നാണോ? അവനെ തകർക്കാൻ വേണ്ടി തന്നെയാണ് സാധാരണ സ്ത്രീകൾ പറയാൻ മടിക്കുന്ന ഒരു ആരോപണം പോലും ഞാൻ അവനുമേൽ ചാർത്തി കൊടുത്തത്. അതോടെ എൻ്റെ ഭർത്താവ് എന്നെ വെറുത്തു. സത്യസ്ഥിതി അറിഞ്ഞപ്പോൾ അയാൾക്ക് ഞാൻ ആരുമല്ലാതെയായി. അതെല്ലാം ഞാൻ ചെയ്തത് നിങ്ങൾക്ക് വേണ്ടിയല്ലേ? പക്ഷേ അതൊന്നും ഇപ്പോൾ ഒരു ഗുണവുമില്ലല്ലോ അമ്മേ. എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയില്ലേ? വിവേക് ചോദിച്ചു. സുഭദ്രയുടെ മുഖം കടുത്തു വന്നു. അങ്ങനെയെല്ലാം നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആരെ കൊന്നിട്ടാണെങ്കിലും നമ്മൾക്ക് വിജയിച്ചേ പറ്റൂ. എൻ്റെ ഭർത്താവിൻ്റെ മകന് ഒരു ജീവിതം ഉണ്ടായിക്കൂടാ. കാരണം അത് എൻ്റെ മക്കളുടെ ലൈഫിനെ നെഗറ്റീവായി ബാധിക്കും. നിങ്ങൾ പറഞ്ഞതുപോലെ അവൻ മദ്യത്തിലും പെണ്ണുങ്ങളിലും ഉരുകി ഒടുങ്ങും എന്നാണ് ഞാനും വിചാരിച്ചത്. പക്ഷേ അവൻ്റെ മനസ്സ് ഇത്ര പെട്ടെന്ന് ഒരുത്തിയിൽ കുടുങ്ങിപ്പോകും എന്ന് ഓർത്തില്ല.
എന്ത് വില കൊടുത്തും അത് തടഞ്ഞേ പറ്റൂ. എന്ത് വില കൊടുത്തും. അവർ വിവേകിനെയും ശ്രീജിത്തിനെയും മാറി മാറി നോക്കി. അവരുടെ കണ്ണുകൾ എരിയുന്നുണ്ടെന്ന് മക്കൾക്ക് തോന്നി. നിങ്ങൾക്കറിയാമോ, ഈ രുദ്രന്റെ അച്ഛൻ സൂര്യദേവിന്റെ കമ്പനിയിലെ വെറും ഒരു സ്റ്റാഫ് മാത്രമായിരുന്നു ഞാൻ. നിങ്ങളുടെ അച്ഛൻ ഒരിക്കൽ നിങ്ങളെയും എന്നെയും ഉപേക്ഷിച്ച് നാട് വിട്ടപ്പോൾ ഞാനാകെ പതറിപ്പോയി. അപ്പോഴാണ് എൻ്റെ ഒരു ബന്ധു വഴി എനിക്ക് സൂര്യദേവിന്റെ കമ്പനിയിൽ ജോലി കിട്ടുന്നത്. പിന്നീട് നിങ്ങളുടെ അമ്മാവൻ അച്യുതനും എൻ്റെ കെയർ ഓഫിൽ ആ കമ്പനിയിൽ ജോലിക്ക് കയറുകയുണ്ടായി. ഒരു ദിവസം ഈ രുദ്രന്റെ അമ്മ വലിയ പ്രൗഢിൽ സൂര്യദേവിന്റെ കൂടെ അവിടെ കാറിന് വന്നിറങ്ങുന്നത് കണ്ടു. അതുവരെ ഞാൻ അയാളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ ദമ്പതികളുടെ ഐശ്വര്യവും സന്തോഷം കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. രുദ്രന്റെ അമ്മയുടെ സ്ഥാനത്ത് ഞാൻ എന്നെ സങ്കല്പിച്ചു. എങ്ങനെയെങ്കിലും സൂര്യദേവിന്റെ ഭാര്യ പദവി നേടണമെന്ന് ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു പോയി. ആ സമയത്തൊക്കെ നിങ്ങളായിരുന്നു മക്കളെ എൻ്റെ മനസ്സിൽ. നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണം, പണവും ആഡംബരവും ഉണ്ടാകണം, അന്തസ്സുള്ളൊരു അഡ്രസ്സ് വേണം. നിങ്ങളുടെ അച്ഛനൊരു കഴിവ് കെട്ടവനായിരുന്നല്ലോ. എല്ലാം കൂടി ആലോചിച്ചപ്പോൾ എനിക്കതൊരു നല്ല മാർഗമാണെന്ന് തോന്നി. സത്യം പറഞ്ഞാൽ സൂര്യദേവൻ എന്നോട് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഞാൻ അടുപ്പം കാണിച്ചപ്പോഴൊക്കെ അയാൾ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ചിലപ്പോഴൊക്കെ എന്നെ വാൺ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പിന്നോട്ട് മാറിയില്ല. എൻ്റെ മനസ്സറിഞ്ഞ അച്യുതനും എന്നെ എല്ലാ വിധത്തിലും സപ്പോർട്ട് ചെയ്ത് സഹായമായി. സൂര്യദേവിന്റെ ഭാര്യയുടെ പേര് സീതാലക്ഷ്മി എന്നായിരുന്നു. പേര് പോലെ തന്നെ അവർ മഹാലക്ഷ്മിയാണെന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. സൂര്യദേവ് സത്യം പറഞ്ഞാൽ അവരുടെ സൗന്ദര്യത്തിലും സ്നേഹത്തിലുമൊക്കെ കുടുങ്ങി കിടക്കുകയായിരുന്നു. പക്ഷെ ഞാൻ ആ ബന്ധം തകർക്കാൻ ഒരുപാട് ശ്രമിച്ചു. നിരപരാധിയായി സൂര്യദേവിനെയും സീതാലക്ഷ്മിയിൽ വിഷം കുത്തിവെക്കാൻ എനിക്ക് സാധിച്ചു. അതിന് ഞാൻ പല മാർഗങ്ങൾ ഉപയോഗിച്ചു. അവസാനം സൂര്യദേവിന് ഞാനുമായി അഭിഹിതബന്ധമുണ്ടെന്ന് അവർ വിശ്വസിക്കുക തന്നെ ചെയ്തു. സൂര്യദേവിനും സീതാലക്ഷ്മിക്കും ഇടയിൽ എൻ്റെ പേരിൽ കലഹങ്ങൾ പതിവായി. അവസാനം സ്വന്തം ഭർത്താവിൽ നിന്ന് ഞാൻ ഗർഭിണിയാണെന്ന് വരെ സീതാലക്ഷ്മി അറിഞ്ഞു. അതൊരു കള്ളമായിരുന്നു. അപ്പോഴേക്കും ഞാനും സൂര്യദേവും തമ്മിൽ അവിഹിതബന്ധമുണ്ട് എന്ന രീതിയിൽ ഓഫീസിൽ നാട്ടിലും അപവാദങ്ങൾ പറഞ്ഞിരുന്നു. ഇതിനെല്ലാം പിന്നിൽ ഞാനും എൻ്റെ ആങ്ങള അച്യുതനുമായിരുന്നു. സീതാലക്ഷ്മിയുടെ സൂയിസൈഡിന് ശേഷം സൂര്യദേവ് എന്നെ സ്വീകരിക്കാതെ നിവൃത്തിയില്ലെന്ന് വന്നു. അത്രയ്ക്കുണ്ടായിരുന്നു അയാളുടെ മുന്നിൽ എൻ്റെയും അച്യുതൻ്റെയും ഒക്കെ അഭിനയം. ആ കുടുംബത്തിൽ കയറി പറ്റിയതോടെ പിന്നെ എൻ്റെ മുന്നിലെ പ്രധാന പ്രശ്നം അവനായിരുന്നു, ആ രുദ്രൻ. അവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന് തന്നെയാണ് ആദ്യം മുതൽ ഞാൻ കരുതിയിരുന്നത്. തുടക്കം മുതൽ അവൻ്റെ ശത്രുത എനിക്ക് തലവേദന ഉണ്ടാക്കിയിരുന്നു. ഒടുവിൽ പണ്ട് സീതാലക്ഷ്മിയുടെ മനസ്സിൽ എന്തുപോലെ സൂര്യദേവിന്റെ മനസ്സിൽ സ്വന്തം മകനെതിരെ സംശയത്തിന് വിത്തുകൾ പാകാൻ എനിക്ക് കഴിഞ്ഞു. അങ്ങനെ എന്നേക്കുമായി നശിച്ചവൻ ഇവിടെ നിന്ന് പുറത്തായി. പക്ഷെ പിന്നീട് ഞാൻ പ്രതീക്ഷിക്കാത്ത കുറെ സംഭവങ്ങളുണ്ടായി. സൂര്യദേവൻ എന്നിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടായി വന്നു. സത്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ രുദ്രൻ അയാളുടെ പരിധി വിട്ടു പോയിരുന്നു. അയാൾ എന്നെ ഒഴിവാക്കാൻ പരമാവധി നോക്കിയെങ്കിലും ഞാൻ വകവെച്ചില്ല. ആകെ അയാൾക്ക് ചെയ്യാൻ കഴിഞ്ഞത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കുക എന്നായിരുന്നു. പക്ഷെ അത്രയും സൗകര്യങ്ങളോടെ അടുത്ത് തന്നെയുള്ള മറ്റൊരു ബംഗ്ലാവിൽ അയാൾക്ക് നമ്മളെ താമസിപ്പിക്കേണ്ടി വന്നു. അയാൾ എല്ലാം അറിഞ്ഞപ്പോഴേക്കും ഞാൻ സമാധാനിച്ചത് രുദ്രന്റെ ജീവൻ തകർന്നല്ല എന്നോർത്താണ്. പക്ഷേ പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം ആ കാഞ്ഞങ്ങാട് പണിക്കരെ വിളിച്ച് പ്രശ്നം വെപ്പിച്ച് നോക്കിയപ്പോൾ രുദ്രദേവിന്റെ ജാതകത്തിൽ ഇനി വെച്ചടി കയറ്റമാണെന്ന് കണ്ടു. അവന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് വരാൻ യോഗമുണ്ടത്രേ. അത് എന്തു വില കൊടുത്തും തടഞ്ഞില്ലെങ്കിൽ അവൻ രാജാവിനെ പോലെ വാഴുമെന്നാണ് ജാതകത്തിൽ. അവളുടെ വരവ് തടഞ്ഞില്ലെങ്കിൽ നമ്മൾ പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ലെന്നാണ് പണിക്കർ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. വെറുതെ എന്നെ മാത്രം കുറ്റം പറഞ്ഞിരിക്കാതെ രണ്ട് തടിമാടന്മാരും കൂടി എന്തെങ്കിലും മാർഗമുണ്ടെന്ന് ആലോചിക്കാൻ നോക്ക്. സുഭദ്ര പറഞ്ഞു നിർത്തി. വിവേകും ശ്രീജിത്തും പരസ്പരം നോക്കി. അമ്മ പറഞ്ഞ കഥകളൊക്കെ അവർക്ക് അറിയാത്തതായിരുന്നില്ല. രുദ്രനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്ന് മാത്രമാണ് അവർ രണ്ടുപേരും ആ സമയത്ത് ചിന്തിച്ചത്. അവനോട് ഇതുവരെ തങ്ങൾക്ക് യാതൊരു സ്നേഹവുമില്ല. അവന് തിരിച്ചും അങ്ങനെ തന്നെ അസൂയ മാത്രമാണ് രുദ്രനോട് തോന്നിയിട്ടുള്ളത്. അവന്റെ താഴ്വാടിത്തത്തിലും അന്തസ്സിലും സൗന്ദര്യത്തിലുമെല്ലാം അസൂയ മാത്രമാണ് തോന്നുന്നത്. അവന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി വന്നാൽ പണിക്കർ പറഞ്ഞത് ശരിയാണെങ്കിൽ അവൻ രാജാവിനെ പോലെ വാഴുന്നത് കാണേണ്ടി വരും. അതൊരിക്കലും സംഭവിക്കരുത്. അവളുടെ പേരെന്താ അമ്മേ? വിവേകാണ് ചോദിച്ചത്. ആവണി. സുഭദ്ര ഇഷ്ടക്കേടോടെ പറഞ്ഞു. ആവണി? ഇവളെ എങ്ങനെയാ? വലിയ കുടുംബത്തിലാണോ? ഏയ്, എവിടുന്ന്? ഏതോ കുപ്പമേട്ടിൽ കിടക്കുന്നതാ അവളുടെ തലവര, അല്ലാതെന്താ? സുഭദ്ര പല്ല് കടിച്ചു. ആവണി. വിവേക പേർ ഒരിക്കൽ കൂടി ഉരുവിട്ടു. ഒരു വഴി മുന്നിൽ തെളിഞ്ഞതുപോലെ അവന്റെ മനസ്സിൽ സന്തോഷം വിരിഞ്ഞു. ആവണിയുടെയും രുദ്രന്റെയും വിവാഹം നടക്കാൻ പാടില്ല, ഒരിക്കലും നടക്കുകയുമില്ല. 3-4 ദിവസമായി നന്ദന സ്വന്തം മുറിയിൽ തടങ്കലിലായിരുന്നു. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ല. അവൾ കുറെ കരഞ്ഞും വാശി പിടിച്ചു നോക്കി. കുറച്ചു സമയം സെർവൻസ് കൊണ്ടുവന്ന ഭക്ഷണവും വെള്ളവും കഴിക്കാതെ നോക്കി. പക്ഷെ വിശ്വനാഥ മേനോട് യാതൊരു കുലുക്കവുമില്ലായിരുന്നു. നിനക്ക് ജീവിക്കണമെന്നാണെങ്കിൽ ഞാൻ പറയുന്ന പോലെ ജീവിക്കേണ്ടി വരും. അല്ലെങ്കിൽ നീ ആത്മഹത്യ ചെയ്തോ, എനിക്കൊരു പ്രശ്നവുമില്ല. അല്ലെങ്കിൽ നിന്റെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോകാനാണ് നിനക്ക് ആഗ്രഹമെങ്കിൽ
വെറും കൈയോടെ ഉടുത്തിരിക്കുന്ന തുണിയോടെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. എൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നും ഞാൻ നിനക്ക് തരാൻ പോകുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നിനക്ക് തീരുമാനിക്കാം. വിശ്വനാഥൻ അറുത്തു മുറിച്ച് പറഞ്ഞു. അത് കേട്ട് നന്ദന ആകെ തളർന്നുപോയി. ഇത്രയും നാൾ അനുഭവിച്ച സൗഭാഗ്യങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കുക എന്നുള്ളത് അവളെ സംബന്ധിച്ചിടത്തോളം സങ്കല്പിക്കാൻ പോലും ആകില്ലായിരുന്നു. ഡാഡിയുടെ പണമാണ് തൻ്റെ ബലം എന്നവൾക്ക് അറിയാമായിരുന്നു. വിശ്വനാഥ മേനോനെ അധികം പ്രകോപിപ്പിക്കാതിരിക്കുകയാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി. ഇപ്പോൾ താൻ വാശി പിടിച്ചാൽ ഡാഡിയുടെ വാശി കൂടുകയുള്ളൂ. അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. എത്ര നാൾ ഡാഡിക്ക് ഇങ്ങനെ തന്നെ പൂട്ടിയിടാൻ പറ്റും? കുറച്ച് നാൾ എങ്ങനെ പോട്ടെ, എന്നിട്ട് വീണ്ടും പുറത്തിറങ്ങി പണി തുടങ്ങണം. ആ ആവണയ്ക്കൊരു പണി കൊടുത്തേ പറ്റൂ. അവൾ രുദ്രൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കരുത്. പക്ഷെ ഇപ്രാവശ്യം താനാണ് ഇതിന് പിന്നിലെന്ന് ആരും അറിയരുത്. ഒരു പ്രാവശ്യം തനിക്കൊരു അബദ്ധം പറ്റി, ഇനി അങ്ങനെ ഉണ്ടാകരുത്. മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ തന്നെ കാത്തിരിക്കുന്നത് എന്താണെന്നറിയാതെ നന്ദന കുറെ കാര്യങ്ങൾ മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിച്ചുകൊണ്ടിരുന്നു. വിശ്വനാഥ മേനോൻ നന്ദനയുടെ മുറി തുറന്നു. രമണി എന്ന സ്ത്രീയെയും കൂട്ടി കടന്നു വരുമ്പോൾ അവൾ ബെഡിൽ മലർന്നു കിടന്ന് എന്തോ ആലോചിക്കുകയായിരുന്നു. ഫോൺ പോലും വിശ്വനാഥ മേനോൻ മേടിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് നന്ദനയ്ക്ക് യാതൊരു എന്റർടൈൻമെന്റും ഉണ്ടായിരുന്നില്ല. ആരും ആ മുറി തുറക്കാനോ നന്ദനയോട് സംസാരിക്കാനോ അയാൾ അനുവദിച്ചിരുന്നില്ല. ഭക്ഷണം മാത്രം മുറിയിൽ കൊണ്ടുവച്ച് സർവൻസ് പോകും. വീണ്ടും ആ മുറി പുറത്തുനിന്ന് ലോക്ക് ചെയ്യുകയും ചെയ്യും. ഡാഡിയെ കണ്ടപ്പോൾ നന്ദന പെട്ടെന്ന് കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. രമണിയുടെ കയ്യിൽ ഒരു വലിയ പാക്കറ്റ് ഉണ്ടായിരുന്നു. അയാൾ പരുക്കൻ ഭാവത്തിൽ നന്ദനയെ നോക്കി. ഇത് രമണി, ഒരു ബ്യൂട്ടീഷ്യനാണ്. ഇവള് നിന്നെ ഒരുക്കാൻ വന്ന ഡ്രസ്സും ബാക്കി എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. അരമണിക്കൂറിനുള്ളിൽ എല്ലാം ഇട്ട് റെഡിയായി നിൽക്കണം. റെഡിയായി നിൽക്കാനോ? എന്തിന്? വിശ്വനാഥ മേനോൻ പെട്ടെന്ന് കൈ ഉയർത്തി. അധികം ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട. എന്തിനായാലും പറഞ്ഞത് അനുസരിച്ചാലും മതി. പിന്നെ അയാൾ രമണിയുടെ നേർക്ക് തിരിഞ്ഞു. റെഡിയാക്കി നിർത്തിക്കൊള്ളണം. അവർ പെട്ടെന്ന് തന്നെ വരും. ശരി സാർ. രമണി ഭവ്യതയുടെ തല കുലുക്കി. വിശ്വനാഥൻ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. പഴയതുപോലെ തന്നെ പുറത്തുനിന്ന് തന്നെ വാങ്ങി കുറ്റിയിട്ടു. നന്ദൻ ഇഷ്ടക്കേടോടെ രമണിയെ നോക്കി. കൊഴുത്ത് തടിച്ചൊരു ശരീരപ്രകൃതമായിരുന്നു രമണിക്ക്. മുഖത്തൊരു കടുത്ത ഭാവമായിരുന്നു. ഡാഡി എന്തിനാ നിങ്ങളോട് വരാൻ പറഞ്ഞത്? ഒരുക്കാൻ. അവർ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു. അതെന്തിനാണെന്നല്ലേ ഞാൻ നിങ്ങളോട് ചോദിച്ചത്? അവൾ ദേഷ്യപ്പെട്ടു. അതൊന്നും എന്നോട് ചോദിക്കണ്ട. എനിക്കതൊന്നും അറിയുകയുമില്ല. എന്നോട് ഒരുക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവരുടെ ശബ്ദത്തിലെ ധാർഷ്ട്യം നന്ദനയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. എനിക്ക് ഇതിനൊന്നും താല്പര്യമില്ല, അവൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ സാറിനെ പറഞ്ഞയക്കാം. പറഞ്ഞുകൊണ്ട് രമണി വാതിലിൽ നേരെ നടക്കാൻ ഭാവിച്ചു. വേട്ട. നന്ദന ചകിതയായി. എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. എന്നാൽ ആദ്യം പോയി കുളിച്ചിട്ട് വരണം. അതിനുശേഷം സാരി ഉടുപ്പിക്കേണ്ടതാണ്. രമണി എന്താണ് പറഞ്ഞു വരുന്നതെന്ന് നന്ദനയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എങ്കിലും വിശ്വനാഥ മേനോനെ പേടിച്ചിട്ട് അവൾ വേഗം കുളിമുറിയിലേക്ക് പോയി. അവളുടെ കുളി കഴിഞ്ഞപ്പോൾ രമണി താൻ കൊണ്ടുവന്ന കവറിൽ നിന്ന് ഒരു സാധാ പിങ്ക് കളർ പട്ടുസാരി പുറത്തെടുത്തു. അതിൽ റെഡിമെയ്ഡ് ബ്ലൗസും സ്കേർട്ടും ഒക്കെ വെച്ചിരുന്നു. രമണി അവളെ സാരി ഉടുപ്പിക്കാൻ ഭാവിച്ചു. ആദ്യം നന്ദന എതിർത്തെങ്കിലും രമണി ഭീഷണിപ്പെടുത്തിയപ്പോൾ വിശ്വനാഥ മേനോനെ പേടിച്ച് അവൾ മിണ്ടാതെ നിന്നു. രമണി നന്ദനയെ ആവശ്യത്തിന് മേക്കപ്പ് ചെയ്തൊരുക്കി. മുടിയിൽ മുല്ലപ്പൂ വെച്ചു. അവസാനമായി കടും ചുവപ്പ് ലിപ്സ്റ്റിക് ഉപയോഗിച്ച് രമണി അവളുടെ ചുണ്ടുകൾ നന്നായി ചുവപ്പിച്ചു. ഒരുക്കി കഴിഞ്ഞപ്പോൾ രമണി വാതിൽ മുട്ടി. സാർ, സാർ കഴിഞ്ഞു. വിശ്വനാഥ മേനോൻ അകത്തേക്ക് വന്നു. നന്ദനയെ നോക്കി. അയാൾ രമണിയോട് തൃപ്തിയോടെ തല കുലുക്കി. പുറത്തേക്ക് ഇറങ്ങടി, അയാൾ നന്ദനയോട് ആജ്ഞാപിച്ചു. നന്ദനയുടെ മുഖം വല്ലാതെ വിടർന്നു. തൻ്റെ വീട്ടുതടങ്കൽ ഡാഡി അവസാനിപ്പിച്ചു എന്ന് അവൾക്ക് തോന്നി. അവളൊന്നും മിണ്ടാതെ വിശ്വനാഥ മേനോന്റെ പിറകെ പോയി. ഡൈനിങ് ഹാളിൽ ഒരു ട്രെയിൽ കോഫിയും മറ്റു ട്രെയിൽ പലഹാരങ്ങളുമായി അവിടുത്തെ സെർവൻ്റായി രജനി കാത്തു നിൽപ്പുണ്ടായിരുന്നു. അത് അവളുടെ കയ്യിലേക്ക് കൊടുക്കുക. വിശ്വനാഥ മേനോൻ ആജ്ഞാപിച്ചതും രജനി ആ ട്രേ നന്ദനയുടെ കയ്യിലേക്ക് കൊടുത്തു. സ്വീകരണ മുറിയിൽ നിന്നെ കാണാൻ കുറച്ചു പേർ വന്നിട്ടുണ്ട്. പെണ്ണ് കാണൽ ഇന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വിവാഹം നടക്കും. വന്നവർക്കൊന്നും യാതൊരു ഇഷ്ടക്കേടും ഉണ്ടാക്കരുത്. അടക്കവും ഒതുക്കവുമായി നിന്നോളണം. നീ കാരണം ഈ കല്യാണത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ എൻ്റെ സ്വഭാവം മാറും. വിശ്വനാഥ മേനോൻ ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞു. നന്ദനയാകെ ഞെട്ടിപ്പോയി. ബംഗ്ലാവിലെ ഡ്രോയിങ് റൂമിൽ 5-6 പുരുഷന്മാരും സ്ത്രീകളുമായി 10 പേരോളം ഇരുന്നിരുന്നു. അങ്ങോട്ടാണ് വിശ്വനാഥ മേനോൻ നന്ദനയെ നയിച്ചത്. അവളെയും കൂട്ടി അയാൾ അങ്ങോട്ട് ചെന്നപ്പോൾ കൂടി നിന്നവരുടെ എല്ലാ നോട്ടം അവളുടെ മേലായി. അവരൊക്കെ ഏതോ ഗ്രാമവാസികളാണ് എന്നാണ് അവൾക്ക് തോന്നിയത്. പരിഷ്കാരം തൊട്ട് തീണ്ടാത്ത കുറെ എണ്ണം. അവൾ പുച്ഛത്തോടെ അവരെ വീക്ഷിച്ചു. ഡാഡി എന്തിനാണ് തന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഇതാണ് എൻ്റെ മകൾ നന്ദന. ഇവൾക്ക് ഇപ്പോൾ കല്യാണം വേണ്ടതും ജോലിക്ക് പോകണമെന്നൊക്കെ ഒരേ വാശിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രായം കഴിഞ്ഞാൽ പെൺകുട്ടികളെ കെട്ടിച്ചു വിടണമെന്ന ചിന്താഗതിയാണ് എനിക്ക്. സ്വാതന്ത്ര്യം കൂടിപ്പോയാലും പ്രശ്നമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവളുടെ കല്യാണം നടത്താനാണ് എൻ്റെ തീരുമാനം. നന്ദന ഞെട്ടിപ്പോയി. അവൾ മേനോനെ പകച്ചു നോക്കി. പക്ഷേ അയാളുടെ മുഖത്ത് ഭാവഭേദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നീ എന്നാ നോക്കി നിൽക്കുന്നത്? ഇതാണ് നിന്നെ കെട്ടാൻ പോകുന്ന രാജേന്ദ്രൻ. ഇതൊക്കെ ഇവന്റെ ബന്ധുക്കളാ. അവർക്ക് ചായയും പലഹാരങ്ങളും കൊടുക്ക. നന്ദന രാജേന്ദ്രനെ നോക്കി ആകെ സ്തംഭിച്ചു നിന്നുപോയി.
മുടി പറ്റേ വെട്ടിയ പരുക്കൻ ഭാവമുള്ള ഒരുവൻ. മുഖത്തൊരു പുഞ്ചിരി പോലുമില്ല. ആ പേര് പോലും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. താനി പഴഞ്ചൻ. അയാൾ നന്ദനെ അലസമായ മട്ടിൽ നോക്കിയതല്ലാതെ പ്രത്യേകിച്ചൊന്നും സംസാരിച്ചില്ല. ഇല്ല, താൻ ഈ വിവാഹത്തിന് സമ്മതിക്കാൻ പോകുന്നില്ല. തന്നെ കൊണ്ട് എന്തനുസരിപ്പിക്കാന്ന് വിചാരിച്ച ഡാഡിക്ക് തെറ്റി. ദേഷ്യം കൊണ്ട് നന്ദനയ്ക്കാകെ പെരുത്ത് കയറി. രാജേന്ദ്രൻ നന്ദനയോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? വിശ്വനാഥ മേനോൻ ചോദിച്ചു. അപ്പോഴാണ് അയാൾ അവളെ ശരിക്കും ഒന്ന് നോക്കിയത്. ഇവൾക്ക് വെക്കാനും വേവിക്കാനും ഒക്കെ അറിയാമോ? ആ ചോദ്യം കേട്ട് വീണ്ടും നന്ദനയുടെ മുഖം കടുത്തു. അതൊക്കെ അവൾ ചെയ്തോളും. ഒന്ന് പതറിയെങ്കിലും വിശ്വനാഥ മേനോൻ പറഞ്ഞു. അറിയാലോ, എനിക്ക് മെയിനായിട്ട് കൃഷിപ്പണിയാ. കൃഷി എന്ന് വെച്ചാൽ കാപ്പിയും കുരുമുളകും ഏലവും റബ്ബറും ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ച് പശു വളർത്തലും കോഴി ഫാമിംഗ് ഒക്കെ ആയിട്ട് അങ്ങ് കഴിഞ്ഞു കൂടുകയാ. അപ്പോൾ ഞാൻ കെട്ടിക്കൊണ്ട് വരുന്ന പെണ്ണ് ഇതെല്ലാം നോക്കി നടത്താൻ പ്രാപ്തിയുള്ളവളായിരിക്കണം. മാത്രമല്ല എപ്പോഴും എപ്പോഴും വീട്ടിലേക്ക് വിടാനൊന്നും പറ്റുകയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആലോചന ഇവിടെ നിർത്താം. എൻ്റെ വീട്ടിലെ കാര്യങ്ങളും നോക്കി അടങ്ങി ഒതുങ്ങി നിൽക്കാമെങ്കിൽ മാത്രം ഇവളെനിക്ക് കെട്ടിച്ചു തന്നാൽ മതി. അതിനൊന്നും ഒരു പ്രശ്നവുമില്ല രാജേന്ദ്ര. നിങ്ങളുടെ കല്യാണം ഉടനെ നടക്കും. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അധികം താമസമൊന്നുമില്ല. അതിനുശേഷം ഞാൻ അമേരിക്കയിലേക്ക് പോവുകയാണ്. അവിടെ വൈഫിൻ്റെ കൂടെ കുറച്ചുനാൾ നിൽക്കണം. കുറച്ചു കൊല്ലം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വരൂ. അപ്പോൾ ഇവൾ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. അവിടെ തന്നെ നിന്ന് രാജേന്ദ്രൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. പിന്നെ അറിയാത്ത കാര്യങ്ങൾ ചെയ്തല്ലേ പഠിക്കുക. ആദ്യമൊക്കെ ഇവൾക്ക് കുറച്ച് മടി കാണും. അതൊക്കെ രാജേന്ദ്രൻ ഒന്ന് സെറ്റിലാക്കി എടുത്താൽ മതി. രാജേന്ദ്രൻ തൃപ്തിയോടെ തലകുലുക്കി. വിശ്വനാഥൻ പറഞ്ഞത് കേട്ട് നന്ദന ഞെട്ടിപ്പോയി. അയാൾ പക്ഷെ അവളെ ശ്രദ്ധിച്ചതേയില്ല. അവളൊരു വിധത്തിൽ കടിച്ചു പിടിച്ചാണ് അവിടെ നിന്നത്. നീ അകത്തേക്ക് പോയിക്കോളൂ, ഞാൻ ഇവരോട് കാര്യങ്ങൾക്ക് സംസാരിക്കട്ടെ. അയാൾ പറഞ്ഞതും നന്ദന മുഖം കനിപ്പിച്ച് അകത്തേക്ക് പോയി.